Hi everyone. We have already completed our fourth module, which comprises of structures, class, files, and basic concept of object-oriented programming. അപ്പം നമുക്ക് പ്രോഗ്രാംസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള തിയറിറ്റിക്കൽ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഫെമിലറൈസ്ഡ് ആയി പഠിച്ചു കഴിഞ്ഞു. ഇൻ ദിസ് ക്ലാസ് വി വിൽ സ്റ്റഡി സം സോർട്ട് ഓഫ് പ്രോഗ്രാംസ്. നമുക്ക് ക്ലാസ്സും ഒബ്ജക്ട്സും വെച്ചിട്ട് എങ്ങനെയാണ് ഒരു 3-4 പ്രോഗ്രാംസ് എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. So the first program we study is a basic program to illustrate the working of objects and class in C++ programming. അപ്പം നമുക്കിതൊരു ജനറൽ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമുക്കിവിടെ ഹെഡർ ഫയൽസും എപ്പോഴും യൂസ് ചെയ്യുന്ന പോലെ സ്റ്റാൻഡേർഡ് ലൈബ്രറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ ക്ലാസ്. അപ്പോൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പം എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമുക്ക് ആക്സസ് സ്പെസിഫയർ നമ്മൾ മെൻഷൻ ചെയ്യണം. ക്ലാസ് ക്ലോസ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ്സ് വേണം, സെമി കോളൻസ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ക്രിയേറ്റിംഗ് എ ക്ലാസ് റൂം. ക്ലാസ് നെയിംസ് ഇസ് റൂം ആൻഡ് ദ പബ്ലിക് ഡാറ്റ മെമ്പേഴ്സ് ആർ ബീൻ സ്പെസിഫൈഡ്. അപ്പോൾ പബ്ലിക് ഡാറ്റ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഡാറ്റ മെമ്പേഴ്സിനെ എല്ലായിടത്തും ആക്സസ് ചെയ്യാൻ പറ്റും. സോ ദ മെമ്പേഴ്സ് ആർ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അതിനുശേഷം അവർ തമ്മിലുള്ള ഓപ്പറേഷൻസ് ചെയ്യാനാണ് വി ആർ യൂസിങ് കാൽക്കുലേറ്റ് ഏരിയ ആൻഡ് കാൽക്കുലേറ്റ് വോളിയം ആസ് ദ 2 മെമ്പർ ഫങ്ഷൻസ്. അവരുടെ റിട്ടേൺ ടൈപ്പും ഡബിൾ ആണ്. ഇവിടെ തന്നെയാണ് കാൽക്കുലേറ്റ് ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദേ ആർ ഗോയിങ് ടു റിട്ടേൺ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതുപോലെ തന്നെ കാൽക്കുലേറ്റ് വോളിയം എന്ന് പറയുന്ന ഫംഗ്ഷനും ഇവിടെ തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദേ ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഇസ് എ വോളിയം. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ അവിടെ അടച്ചു. നമ്മുടെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഡെഫിനിഷൻസും നടന്നു, ക്ലാസ്സും അവിടെ ക്ലോസ് ചെയ്തു. ഇനി മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ റൂം എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്, ദാറ്റ് ഇസ് റൂം 1. എന്നിട്ട് റൂം 1 വെച്ചിട്ട് നമ്മൾ എല്ലാ ഡാറ്റ മെമ്പേഴ്സിനും വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നത് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. സോ റൂം 1 ഡോട്ട് ലെങ്ത് എന്ന് പറയുന്നത് റൂം 1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിന് ലെങ്ത് എന്ന് പറഞ്ഞ വേരിയബിളിന് ഇത്ര വാല്യൂ കൊടുക്കുകയാണ്. അങ്ങനെ റൂം 1 ബ്രെഡ്ത്തും ഹൈറ്റും ചെയ്ത് വാല്യൂസ് അസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ കോൾ ദ കാൽക്കുലേറ്റ് ഫംഗ്ഷൻ ആൻഡ് ഡിസ്പ്ലേ ഫംഗ്ഷൻ ടു ഫൈൻഡ് ഔട്ട് ദ ഏരിയ ആൻഡ് വോളിയം. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് ദ റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പം റൂം 1 ഡോട്ട് കാൽക്കുലേറ്റ് ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് ഇൻവോക്ക് ആവുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെയാണുള്ളത്, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. സോ ദാറ്റ് പർട്ടിക്കുലർ ഔട്ട്പുട്ട് വിൽ ബി പ്രിൻറ്റഡ് ഹിയർ. നെക്സ്റ്റ് വോളിയം ഓഫ് റൂം എന്ന് പറഞ്ഞിട്ട് റൂം 1 ഡോട്ട് കാൽക്കുലേറ്റ് വോളിയം എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇൻവോക്ക് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് വോളിയം ഫംഗ്ഷൻ ഇസ് ബീങ് ഇൻവോക്ഡ്. അതിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിവിടെ പ്രിൻറ്റ് ചെയ്യും. അറ്റ് ലാസ്റ്റ് വി ആർ റിട്ടേണിംഗ് വിത്ത് 0. ഇതാണ് ജനറൽ ടിപ്പിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പ്രോഗ്രാം. നമുക്കൊരു ക്ലാസ് വേണം, ക്ലാസ്സിന് മെമ്പർ ഫംഗ്ഷൻസ് വേണം. മെമ്പർ ഫംഗ്ഷൻസ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ മെമ്പർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ആവും. നെക്സ്റ്റ് വി ഹാവ് എ സെക്കൻഡ് പ്രോഗ്രാം, ദാറ്റ് ഇസ് സിമ്പിൾ ക്ലാസ് അഡീഷൻ. എങ്ങനെയാണ് നമുക്ക് 2 ഇൻറ്റീജേഴ്സ് ക്ലാസ് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുന്നത്. സോ ആസ് യൂഷ്വൽ വി ഹാവ് ദ ഹെഡർ ഫയൽസ്. അതുപോലെ തന്നെ ക്ലാസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അഡീഷൻ ക്ലാസ് എന്നാണ് ക്ലാസ്സിൻ്റെ പേര്. ഇവിടെ മെമ്പേഴ്സ് പ്രൈവറ്റ് ആണ്, അതായത് ഇവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ, ഇവിടെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ മെമ്പർ ഫങ്ഷൻസ്, ഈ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ വി ആർ ക്രിയേറ്റിംഗ് 3 വേരിയബിൾസ്, ദാറ്റ് ഇസ് num1, num2 ആൻഡ് റിസൾട്ട് under the integer data type, which is private data members. Okay, and then we have the public data member. Public access specifier ഡിക്ലെയർ ചെയ്തിരിക്കുന്ന മെമ്പർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് വോയിഡ് റീഡ് ഉണ്ട്, പിന്നെ സമ്മ് പ്രിൻറ്റ്. ഇതൊക്കെ കമൻ്റ് ആണ്. ഈ സ്ലാഷ് കാണിക്കുന്നെല്ലാം കമൻ്റ് ആണ്. അതൊന്നും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് പ്രോഗ്രാം വായിക്കാൻ നേരത്ത് നമുക്ക് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമൻറ്റ്സ് കൊടുത്തിട്ടുള്ളത്. സോ റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഇൻപുട്ട് വാല്യൂസ് ഒക്കെ യൂസറിൻ്റെ അടുത്തുനിന്ന് റീഡ് ചെയ്യുകയാണ്. ദാറ്റ് ഇസ് നമ്പർ 1 ആൻഡ് നമ്പർ 2. ഈ 2 നമ്പറിൻ്റെയും അഡീഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൻസറാണ് നമുക്ക് കിട്ടേണ്ടത്. സോ ആ റീഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ കാൽക്കുലേറ്റിംഗ് ദ സം. സം എന്ന് പറഞ്ഞ ഫംഗ്ഷനും സെയിം ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ക്ലാസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ക്ലാസ് ഇവിടെയാണ് തീരുന്നത്. സെമിക്കോളൻ ബ്രാക്കറ്റ് വരുമ്പോഴാണ് ഒരു ക്ലാസ് തീരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സം ഫംഗ്ഷൻ്റെ അകത്ത് റിസൾട്ട് ഇസിക്കൽ ടു num1 പ്ലസ് num2 ഉണ്ടാവും. ആൻഡ് അറ്റ് ലാസ്റ്റ് വി ഹാവ് പ്രിൻറ്റ്. പ്രിൻറ്റിനകത്ത് നമുക്ക് num1 പ്ലസ് num2 എന്നുള്ള റിസൾട്ട് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി മെയിൻ ഫംഗ്ഷനിൽ നമുക്ക് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം, obj1 ആൻഡ് obj2. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ റീഡ് വിളിക്കുകയാണ്, ഒരു ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ സമ്മ് വിളിക്കുകയാണ്, അതേ ഒബ്ജക്റ്റ് വെച്ച് പ്രിൻറ്റ് വിളിക്കുകയാണ്. ഇനി ഒബ്ജക്റ്റ് 2ന് വേണ്ടി വീണ്ടും റീഡ് സമ്മ് പ്രിൻറ്റ് വിളിക്കുന്നു. അപ്പോൾ ഓരോ ടൈം ദാറ്റ്
particular numbers will be added and the result will be printed here. This is how we print the addition of two integer number. Next we move on to storing a student information using class. ഒരു സ്റ്റുഡൻസിൻ്റെ ഇൻഫർമേഷൻ ലൈക്ക് നെയിം, റോൾ നമ്പർ, ID, റിസൾട്ട്, മാർക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ് സ്പെസിഫൈ ചെയ്യുക. പ്രൈവറ്റ് മെമ്പേഴ്സായിട്ട് നെയിം, രജിസ്റ്റർ എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ഡിക്ലെയർ ചെയ്തു. അതുപോലെ തന്നെ പബ്ലിക് ആയിട്ടുള്ള മെമ്പർ ഫംഗ്ഷൻസ് ഇവിടെ ഡിക്ലെയർ ചെയ്തു. സോ ഹിയർ ഇൻ റീഡ് ഫംഗ്ഷൻ നമുക്ക് എന്താണ് യൂസറിൻ്റെ അടുത്ത് നിന്ന് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ റീഡ് ചെയ്തത്. നെയിം, രജിസ്റ്റർ നമ്പർ, പിന്നെ ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ മാർക്സ് ഒക്കെയാണ് റീഡ് ചെയ്യുന്നത്. സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സമ്മാണ് ചെയ്യുന്നത്, അതായത് ടോട്ടൽ കണ്ടുപിടിക്കുന്നു. 3 സബ്ജക്റ്റിൻ്റെ മാർക്സ് ആഡ് ചെയ്യുന്നു. പിന്നെ ആവറേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിവൈഡ് ബൈ 3 ചെയ്യുന്നു. ദെൻ പ്രിൻ്റ് എന്ന് പറയുന്ന മെമ്പർ ഫംഗ്ഷൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ക്ലാസ്സിൻ്റെ ഡെഫിനിഷൻ അവിടെ തീരുന്നു. നെക്സ്റ്റ് വി ഹാവ് ദ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷനുള്ളിൽ സ്റ്റുഡൻറ്റ് ക്ലാസ് നെയിമും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒബ്ജക്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്റ്റുഡൻറ്റിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്, സ്റ്റുഡൻറ്റ് 1 ആൻഡ് സ്റ്റുഡൻറ്റ് 2. സോ നമ്മൾ എല്ലാ ഫംഗ്ഷനും വിളിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് 1ൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ വി ആർ ആക്സസിങ് ദ മെമ്പർ ഫംഗ്ഷൻ വിത്ത് ദാറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഏത് ഒബ്ജക്റ്റ് വെച്ചാണ് നമ്മൾ റീഡ് വിളിച്ചത് അതേ ഒബ്ജക്റ്റ് വെച്ചായിരിക്കണം സമ്മും പ്രിൻറ്റും വിളിക്കുന്നത്. കാരണം ഒരു സ്റ്റുഡൻ്റ് ആണല്ലോ. അപ്പോൾ ഏത് ഒബ്ജക്റ്റാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ച് തന്നെ ഫുൾ വിളിക്കണം. ദെൻ സെക്കൻഡ് സ്റ്റുഡൻറ്റിന് സ്റ്റുഡൻറ്റ് 2 എന്ന് പറയുന്ന ഒബ്ജക്റ്റാണ്, അത് വെച്ച് എല്ലാം വിളിച്ചു. ആൻഡ് ദെൻ വി ആർ റിട്ടേണിങ് 0. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഒരു ക്ലാസ്സിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് റീഡ് ചെയ്തിട്ട് അതിനുശേഷം അത് പ്രിൻറ്റ് ചെയ്യാനും അതിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വി ഹാവ് ദ ഫോർത്ത് പ്രോഗ്രാം ദാറ്റ് ഇസ് സിമ്പിൾ എക്സാമ്പിൾ ഫോർ പ്രൈം നമ്പർ ഫൈൻഡിങ്. സോ വി നോ വാട്ട് ഈസ് എ പ്രൈം നമ്പർ. ഒരു പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഇല്ലാത്ത നമ്പറാണ് പ്രൈം നമ്പർ. പ്രൈം നമ്പേഴ്സ് ഫാക്ടേഴ്സ് ആർ 1 ആൻഡ് ഇറ്റ് സെൽഫ്. അപ്പോൾ കുറേ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളൊരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ അത് പ്രൈം ആണോ അല്ലയോ എന്നാണ് നമ്മളോട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ പേര് പ്രൈം എന്നാണ്. അതിന് വേണ്ടി നമ്മൾ ഇൻഡിജർ വേരിയബിൾസും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പബ്ലിക് സെക്ഷനിൽ പ്രൈം എന്ന് പറയുന്നൊരു മെമ്പർ ഫംഗ്ഷനാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് ഇൻറ്റ് എക്സ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഇത് പ്രൈം എന്ന് പറയുന്നത് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ക്ലാസ് നെയിം. അതുപോലെ തന്നെ മുൻപിലൊരു ഡാറ്റ ടൈപ്പും ഇല്ല. ഹെൻസ് ദിസ് ഈസ് നോൺ ആസ് എ കൺസ്ട്രക്ടർ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റീജർ എക്സ് ഉണ്ട്. സോ ഇറ്റ് ബിക്കംസ് എ പാരാമെട്രൈസ്ഡ് കൺസ്ട്രക്ടർ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ A=X എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഫങ്ഷൻസ് കാൽക്കുലേറ്റ് ആണ്. കാൽക്കുലേറ്റിൻ്റെ അകത്താണ് പ്രൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അതിൻ്റെ കോർ പാർട്ടായ ഫങ്ഷൻ നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് അതിൻ്റെ ഡിവൈഡ് ബൈ 2 ചെയ്യുവാണ്. എന്നിട്ട് അതിൻ്റെ റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്ത് 0 ആണോ നോക്കും. അതാണെങ്കിൽ പ്രൈം ആണ്. അതല്ലെങ്കിൽ ദാറ്റ് ഈസ് വി ആർ ഫൈൻഡിങ് ഔട്ട് ദ റിമൈൻഡർ. റിമൈൻഡർ 0 ആണെങ്കിൽ പ്രൈം അല്ല, റിമൈൻഡർ 0 അല്ല എങ്കിൽ ഇറ്റ് ഇസ് പ്രൈം. അതായത് ഫാക്ടേഴ്സ് ഉണ്ടാകുമ്പോഴാണല്ലോ റിമൈൻഡർ 0 വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇറ്റ് ഇസ് കോമ്പോസിറ്റ്. ബാക്കി കേസിലാണ് അത് പ്രൈം വരിക. അപ്പം K=1 എന്ന് പറഞ്ഞാൽ അവസാനം ചെക്ക് ചെയ്താൽ നമുക്കത് പ്രൈം ആണോ കാണിക്കാം. Q എന്ന് പറയുന്ന മെമ്പർ ഫംഗ്ഷനിൽ Kയുടെ വാല്യൂ ചെക്ക് ചെയ്യാണ്. Kയുടെ വാല്യൂ 1 ആണെങ്കിൽ പ്രൈം, എൽസ് ഇറ്റ് ഈസ് നോട്ട് പ്രൈം. ആൻഡ് ഹെൻസ് ദ ക്ലാസ് ഡിക്ലറേഷൻ ഡെഫിനിഷൻ ഇസ് ബീങ് ഫിനിഷ്ഡ് ദെയർ. മെയിൻ ഫംഗ്ഷനിൽ നമുക്ക് വീണ്ടും വേണ്ട ഇൻറ്റീജേഴ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് വേണ്ട ഇൻറ്റീജേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് യൂസറിൻ്റെ അടുത്ത് നിന്ന് റീഡ് ചെയ്യാം. ഏത് നമ്പറാണ് പ്രൈം ആണോ അല്ലയോ എന്ന് യൂസറിന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആ നമ്പർ നമുക്ക് കൊടുക്കാം. ആൻഡ് ആസ് എ റിസൾട്ട് ആ പ്രൈം OBJ ഓഫ് A എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സോ വി ആർ കോളിംഗ് ദാറ്റ് പ്രൈം ഫംഗ്ഷൻ, ദാറ്റ് ഇസ് എ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആ മെമ്പർ ഫംഗ്ഷൻ എല്ലാം അതേ OBJ വെച്ച് വിളിക്കുകയാണ്. ഇവിടെ A എന്ന് പറയുന്ന നമ്പർ നമ്മൾ യൂസറിൻ്റെ അടുത്ത് നിന്ന് റീഡ് ചെയ്താണ്, അത് വെച്ചിട്ടാണ് നമ്മുടെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എല്ലാ ഫംഗ്ഷൻസും കോൾ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലി അത് പ്രൈം ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്യും. ആൻഡ് ഗെറ്റ് CH ആൻഡ് റിട്ടേൺ 0. അപ്പോൾ ഇങ്ങനെയാണ് പ്രൈം പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം. ആൻഡ് ദ ലാസ്റ്റ് പ്രോഗ്രാം ഇസ് ടു ഇംപ്ലിമെൻറ്റ് ഫംഗ്ഷൻ ഓവർലോഡിങ്. ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത് നമ്മൾ സെയിം ഫംഗ്ഷൻ നെയിം തന്നെയാണ് കൊടുക്കുന്നത്, ബട്ട് ദ പാരാമീറ്റേഴ്സ് യൂസ്ഡ് ഇൻ ദാറ്റ് ഫംഗ്ഷൻ നെയിം ഇസ് ഡിഫറെൻറ്റ്. സോ ആദ്യം തന്നെ നമ്മൾ പൈ പ്രീഡിഫൈൻ ആയിട്ട് 3.14 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വട്ടവും പൈയുടെ വാല്യൂ എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് മെൻഷൻഡ് ഹിയർ, ദാറ്റ് ഇസ് ഹാഷ് ഡിഫൈൻ പൈ 3.14 എന്ന് പറയുമ്പോൾ എവിടേക്കാണ് PI യൂസ് ചെയ്യുന്നത് അവിടെയൊക്കെ 3.14 ആയിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. ഹെഡ് ഓഫ് ഫയൽസും ഉണ്ട്. നമുക്ക് ഫംഗ്ഷൻ ഓവർലോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്ലാസ് ഫംഗ്ഷൻ നെയിം വെച്ച് ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ പബ്ലിക് ആക്സസ് സ്പെസിഫയറിൽ 3 ഫംഗ്ഷൻസ് ആണ്. 3 ഫംഗ്ഷൻസ് ഹാവ് ദ സെയിം നെയിം ഏരിയ ബട്ട് ദ പാരാമീറ്റേഴ്സ് യൂസ്ഡ് ആർ ഡിഫറെൻറ്റ്. ഇവിടെ സർക്കിളിന് ഒരൊറ്റ പാരാമീറ്ററേ ഉള്ളൂ, റെക്റ്റാങ്കിളിൽ 2 പാരാമീറ്റർ, ട്രയാങ്കിളിൽ 3 പാരാമീറ്റർ. അങ്ങനെ ക്ലാസ്സിൻ്റെ ഡെഫിനിഷൻ അവിടെ തീരുവാണ്. ആൻഡ് ദെൻ നമ്മൾ ക്ലാസ്സിൻ്റെ അകത്ത്
തന്നെ മെമ്പർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് കണ്ടു. ഇത് ക്ലാസ്സിൻ്റെ പുറത്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ക്ലാസ്സിൻ്റെ പുറത്ത് ഡിഫൈൻ ചെയ്യുന്നത്. അകത്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ വെറുതെ നമ്മൾ സാധാരണ കൊടുക്കുന്നതിന് കൊടുത്താൽ മതി. പുറത്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ ക്ലാസ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇട്ടിട്ട് നെക്സ്റ്റ് വി ഷുഡ് ഹാവ് ദ ഡെഫിനിഷൻ ഔട്ട്സൈഡ് ദ ക്ലാസ്. അപ്പോൾ അവിടെ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ക്ലാസ്സിൻ്റെ നെയിമും എന്താണ് ഫംഗ്ഷൻ മെമ്പർ ഫംഗ്ഷൻ നെയിമും കൂടി കൊടുത്തിട്ട് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതും പ്രിൻറ്റ് ചെയ്യുക. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ഏരിയ ഓഫ് ദ സർക്കിൾ, then this is going to be the area of the rectangle, this is going to be the area of the triangle. അങ്ങനെ ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലാ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് യു ക്യാൻ സീ ദ പാരാമീറ്റേഴ്സ് യൂസ്ഡ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ ആ പാരാമീറ്റർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതനുസരിച്ച് കമ്പൈലറിന് മനസ്സിലായിട്ട് ഏതെന്ന് വെച്ചാൽ അത് കോൾ ചെയ്യും. എന്നിട്ട് ഇൻസൈഡ് ദ മെയിൻ ഫംഗ്ഷൻ നമ്മൾ കറക്റ്റായിട്ട് ഒരു സ്വിച്ച് പ്രോഗ്രാം വെച്ചൊരു ദിസ് ഇസ് എ മെനു ഡ്രിവൺ പ്രോഗ്രാം. അതായത് നമ്മൾ ചോയ്സ് കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂ സ്വിച്ചിലേക്ക് എടുക്കും. എന്നിട്ട് 1 ആണെങ്കിൽ കേസ് 1 പോകും, 2 ആണെങ്കിൽ കേസ് 2 പോകും, 3 ആണെങ്കിൽ കേസ് 3 പോകും. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ദ ക്ലാസ് ആൻഡ് ദെൻ വി ആർ റീഡിങ് ദ ഓപ്ഷൻസ് ഫ്രം ദ യൂസർ. അപ്പോൾ യൂസർ ഒരു ചോയ്സ് പ്രിൻറ്റ് ചെയ്യും, റീഡ് ചെയ്യും. സോ അത് 1 ആണെങ്കിൽ നമ്മൾ സർക്കിളിൻ്റെ റേഡിയസ് പാസ് ചെയ്തിട്ട് അത് റേഡിയസ് ആണ് ഒബ്ജക്റ്റിൻ്റെ ഏരിയ ആണ് വിളിക്കുന്നത്. ദാറ്റ് ഇസ് ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ സർക്കിളിൻ്റെ ഏരിയ ആണ് വിളിക്കുന്നത്. ഇനി യൂസർ ചോയ്സ് ചെയ്തത് 2 ആണെങ്കിൽ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ വിളിക്കും. യൂസർ ചോയ്സ് ചെയ്തത് 3 ആണെങ്കിൽ യൂസറിൻ്റെ അടുത്ത് തന്നെ ഹൈറ്റ് എടുത്ത് റേഡിയസ് ഒക്കെ വാങ്ങിയിട്ട് അത് കോൾ ചെയ്യും. ഇനി യൂസർ 1 2 3 എല്ലാം അടിച്ച യൂസർ 4 ആണ് അടിച്ചെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അതല്ല അത് വെച്ച് വേറെ എന്ത് ചെയ്താലും യൂസറിന് എക്സിസ്റ്റ് ചെയ്യാം. അത് ഡിഫോൾട്ടായിട്ട് കൊടുത്താലും മതി. So this is how you can perform functional overloading provided you are having the same functions here and the number of parameters used are different. അപ്പോൾ ഇവിടെ നമ്മളൊരു 5 പ്രോഗ്രാംസോളം നമ്മൾ നോക്കി. ഇങ്ങനെ ഓരോ പ്രോഗ്രാമിൻ്റെയും ബേസ് ലെവൽ എന്ന് പറയുന്നത് ക്ലാസ് ഡിഫൈൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള മെമ്പർ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുക, അത് വെച്ച് ഡാറ്റ മെമ്പേഴ്സിന് ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് അത് യൂസ് ചെയ്യുക, ഫംഗ്ഷൻ കോൾ ചെയ്യുക, ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് വെച്ച് ചെയ്യുക. So this was going to be an explanation. എല്ലാം പ്രോഗ്രാമിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരുന്നു. So that's all, we come to the end of this module. Thank you.